വിമർശനങ്ങളെ ഭയപ്പെടുന്ന രണ്ടു പേർ, ഒന്ന് പ്രധാനമന്ത്രിയും മറ്റൊന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ്. അടിയന്തരാവസ്ഥ ദിനത്തിൽ തന്നെ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ തുറന്നു കാട്ടേണ്ടത് ഈ നാടിൻ്റെ ചുമതലയും ഉത്തരവാദിത്വവുമാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് നേരത്തെ ഊതിപ്പെരിപ്പിച്ച ബലൂൺ പോലെ ഒരു കൂട്ടം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കേരളീയ സമൂഹത്തിൽ ഒരു ചിത്രമുണ്ടാക്കി. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നേരെ വിപരീതമാണ് സ്വീകരിക്കുന്ന നിലപാടുകൾ. ഓരോന്നായി തൊലി ഉരിച്ച് തുറന്നു കാട്ടുന്ന വിമർശന ശരങ്ങളാണിത്. കേരള മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അതിന് നേരെ വിപരീതമാണ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ശേഷം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ. കേന്ദ്ര സർക്കാർ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇന്ധനവില വർധനവ് നടപ്പിലാക്കുമ്പോൾ കേരളം നികുതി ഇളവ് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ആവശ്യപ്പെട്ടു. എങ്കിൽ മുഖ്യമന്ത്രി സതീശൻ നികുതി ഇളവ് നൽകുന്നത് മണ്ടൻ തീരുമാനമെന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സതീശനെ മാന്യമായി വിമർശിച്ച ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജവാദിനെ റിട്ടയർമെന്റിന് 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ തല നഗ്നമായ മറ്റൊരു ചിത്രത്തിൽ വെട്ടിച്ചേർത്ത് പ്രചരിപ്പിച്ചു എന്ന് കളവ് പറഞ്ഞുകൊണ്ട് ആ മാതൃകാ അധ്യാപകനെ വ്യക്തിഹത്യയും സ്വഭാവഹത്യയും ചെയ്ത മുഖ്യമന്ത്രി, ആ അധ്യാപകൻ മുഖ്യമന്ത്രിക്കെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് സ്വന്തം മുഖം രക്ഷിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വയനാട് തുരങ്കപാത നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞതിൽ നിന്ന് മാറി ഇന്ന് തുരങ്ക പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സാമൂഹ്യ വിരുദ്ധനും വർഗീയവാദിയും മുസ്ലിം വിരുദ്ധനും ഒക്കെയായി ചിത്രീകരിച്ച സതീശനെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകനും BJPയുടെ ഘടകകക്ഷി നേതാവുമായ വെള്ളാപ്പള്ളിയുടെ മകൻ സതീശൻ്റെ വീട്ടിലെത്തി പൊന്നാടി അണിയിക്കുന്നു. കോൺഗ്രസ് മന്ത്രിമാരെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി കുനിഞ്ഞു നിന്ന് അനുഗ്രഹം വാങ്ങുന്നു.